നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണം. ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി VDS സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഹോണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന് ഞായറാഴ്ച സംസ്ഥാനത്ത് എവിടെയും ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയമായ വിവരങ്ങൾ ലഭിക്കാത്ത സാഹചര്യത്തിൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖഅദ 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ്ജ് 1-ാം തീയതി ആയിരിക്കുമെന്ന് ഗാസിമാരുടെ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് തിങ്കളാഴ്ച പുലർച്ചെ മുതൽ പ്രവർത്തകർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 9 മണിക്ക് മുൻപ് തന്നെ പ്രവർത്തകർ എത്തിത്തുടങ്ങി. സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. പിന്നാലെ VD സതീശൻ ഉൾപ്പെടെയുള്ളവർ വേദിയിലെത്തി. രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും തെലങ്കാന, കർണാടക മുഖ്യമന്ത്രിമാരും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കളും വേദിയിലെത്തി. രാവിലെ 10:10 ഗവർണർ രാജേന്ദ്ര അർലേക്കർ വേദിയിലെത്തിയത്. 10:12 വന്ദേമാതരം ആലപിച്ച് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചു. തുടർന്ന് ചീഫ് സെക്രട്ടറി K. ജയതിലക് VD സതീശനെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിച്ചു. ഗവർണർ രാജേന്ദ്ര അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ എന്നു പറഞ്ഞാണ് VD സതീശൻ സത്യവാചകം ചൊല്ലിത്തുടങ്ങിയത്. ദൈവനാമത്തിൽ അദ്ദേഹം സത്യം ചെയ്തു. ഞാൻ വടശ്ശേരി ദാമോദരമേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. നിലയ്ക്കാത്ത കരഘോഷത്തോടെയാണ് VD സതീശന്റെ സ്ഥാനാരോഹണം സദസ്സ് ആഘോഷമാക്കിയത്. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശനെ ഗവർണർ പൂച്ചെണ്ട് നൽകി അനുമോദിച്ചു. പിന്നാലെ മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. PK കുഞ്ഞാലിക്കുട്ടിയാണ് മന്ത്രിസഭയിൽ 2ാമതായി സത്യപ്രതിജ്ഞ ചെയ്തത്. 3ാമതായി രമേശ് ചെന്നിത്തലയും സത്യവാചകം ചൊല്ലി. സണ്ണി ജോസഫ്, K. മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, CP ജോൺ, AP അനിൽകുമാർ, N. ഷംസുദ്ദീൻ, PC വിഷ്ണുനാഥ്, റോജി M. ജോൺ, ബിന്ദു കൃഷ്ണ, M. ലിജു, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, T. സിദ്ദിഖ്, KA തുളസി, OJ ജനീഷ് എന്നിവരും യഥാക്രമം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. VD സതീശനടക്കമുള്ള ഭൂരിഭാഗം പേരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഷിബു ബേബി ജോൺ, CP ജോൺ എന്നിവർ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്ബീന്ദർ സിംഗ് സുഖു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം,
BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും വിവിധ മതമേലധ്യക്ഷന്മാരും ചടങ്ങിൽ പങ്കെടുത്തു. ജനപ്രിയ തുടക്കത്തിന് VDS സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഹോണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് UDF 5 ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ അതിലെ 2 ഗ്യാരണ്ടികൾ നടപ്പാക്കാൻ തീരുമാനിച്ചു. ഒന്ന് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര അനുവദിക്കുന്ന സംബന്ധിച്ച് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ജൂൺ 15 മുതൽ, അടുത്ത മാസം 15-ാം തീയതി മുതൽ KSRTC ബസ്സിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര ആരംഭിക്കും. തിരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ ഇന്ദിരാ ഗ്യാരണ്ടികളിലെ 2 സുപ്രധാന വാഗ്ദാനങ്ങൾ ആദ്യ യോഗത്തിൽ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു. ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാൻ തീരുമാനിച്ചു. കൂടാതെ രാജ്യത്ത് ആദ്യമായി വയോജനങ്ങളുടെ ക്ഷേമത്തിനായി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കാനും തീരുമാനമായിട്ടുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും ഭംഗിയായി ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ജപ്പാനിലാണ്. ആ മോഡൽ പരിശോധിച്ചായിരിക്കും കേരളത്തിൽ ഈ വകുപ്പ് കൊണ്ടുവരിക. ആദ്യഘട്ടമെന്ന നിലയിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. ഭരണത്തിൽ വാക്കും വിശ്വാസ്യതയുമാണ് പ്രധാനമെന്നും ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ പോയി നൽകിയ വാക്ക് പാലിക്കുകയാണെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഴുവൻ ആവശ്യങ്ങളും ഒറ്റയടിക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കുമെന്നും അദ്ദേഹം വിശദീകരിച്ചു. നിലവിൽ 9000 രൂപയാണ് ഇവരുടെ ഓണറേറിയം. ഇതിനു പുറമെ അംഗനവാടി ജീവനക്കാർ, പാചകത്തൊഴിലാളികൾ, പ്രീ പ്രൈമറി അധ്യാപകർ എന്നിവരുടെ വേതനത്തിൽ 1000 രൂപയുടെ വീതം വർധനവ് നടപ്പിലാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 2023 നവകേരള സദസ്സിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിലെത്തിയപ്പോൾ റോഡരികിൽ പ്രതിഷേധിച്ച 2 പേരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ വളഞ്ഞിട്ടാക്രമിച്ച സംഭവത്തിൽ പുനരന്വേഷണം നടത്താൻ കോടതി ഉത്തരവ് പ്രകാരം പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കോടതി പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടും ഇതുവരെ നടത്തിയിരുന്നില്ലെന്നും സതീശൻ പറഞ്ഞു. അഡ്വക്കേറ്റ് ജനറലായി ജാജു ബാബുവിനെ നിയമിക്കും. ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനായി T. അസഫ് അലിയെ നിയോഗിച്ചു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിയമസഭാ സമ്മേളനം മെയ് 22 മുതൽ വിളിച്ചു ചേർക്കണമെന്ന് ഗവർണറോട് ആവശ്യപ്പെടും. മെയ് 29-ന് നയപ്രഖ്യാപന പ്രസംഗം നടത്തും. G. സുധാകരനെ പ്രോടൈം സ്പീക്കറായി നിയോഗിച്ചതായും VD സതീശൻ അറിയിച്ചു. UDF മന്ത്രിസഭ അധികാരമേറ്റതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് നാടെങ്ങും പ്രകടനങ്ങളും മധുരവിതരണവും നടന്നു. വിശദാംശങ്ങളിലേക്ക്. കേരളത്തിന്റെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനും മന്ത്രിസഭയ്ക്കും മലങ്കര യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭ ആശംസകൾ നേർന്നു. തിരുവനന്തപുരത്ത് ശ്രേഷ്ഠ കത്തോലിക്കായും മലങ്കര മെത്രോപൊലിത്തയുമായ ആബൂൻമോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ നേതൃത്വത്തിലുള്ള സഭാ പ്രതിനിധി സംഘം നേരിട്ടെത്തിയാണ് അഭിനന്ദനങ്ങൾ അറിയിച്ചത്. സഭയുടെ മീഡിയ സെൽ ചെയർമാൻ ഡോക്ടർ മോർ തെയോഫിലോസ് കുര്യാക്കോസ് മെത്രോപൊലിത്ത, നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ മോർ കൂറിലോസ് ഗീവർഗീസ് മെത്രോപൊലിത്ത, സഭാ സെക്രട്ടറി ജേക്കബ് C. മാത്യു, സ്ലീബ കാട്ടുമങ്ങാട്ട് കോർ എപ്പിസ്കോപ്പ എന്നിവരും സന്നിഹിതരായിരുന്നു. സഭയുടെ പൂർണ്ണ പിന്തുണയും പ്രാർത്ഥനയും പുതിയ സർക്കാരിന് ബാവ വാഗ്ദാനം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പായസ വിതരണം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MM നിഷാദ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PS സുനീഷ്, UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, KR രാധിക, രഘു കരിയന്നൂർ, MC ഐജു, നജീബ്, റസാഖ്, വർഗീസ്, AU മനാഫ് എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി സെന്ററിലായിരുന്നു പായസ വിതരണം. 500ഓളം പേർക്ക് പായസം നൽകി. UDF കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പിലാവിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു. പട്ടാമ്പി റോഡിലെ AP ആർക്കേഡിന് മുന്നിൽ നിന്നും ആരംഭിച്ച വിജയാഘോഷ പരിപാടി അക്കിക്കാവ് ജംഗ്ഷൻ വഴി പെരുമ്പിലാവ് സെന്ററിൽ സമാപിച്ചു. UDF നേതാക്കളായ ദേവദാസ്, നാസർ കടവല്ലൂർ, ഫൈസൽ കാഞ്ഞിരപ്പള്ളി, ഉസ്മാൻ കല്ലാട്ടയിൽ, റസാഖ് കരിക്കാട്, റസാഖ് മണിയറക്കോട്, അബൂ പുത്തൻകുളം, ജമാൽ കോട്ടോൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനായി മെയ് 25 മുതൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാനാകുമെന്ന്
പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നിലവിൽ 3,61,044 സീറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ VHSE സ്കൂളുകളിൽ 33,000 സീറ്റുകളും പോളിടെക്നിക് ITI സ്ഥാപനങ്ങളിലായി 30,545 സീറ്റുകളും ലഭ്യമാണ്. SSLC പരീക്ഷ പാസായ വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ ജൂൺ ആദ്യവാരം മുതൽ ഡിജി ലോക്കർ വഴി ലഭ്യമാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ഷർമിള മേരി ജോസഫ് അറിയിച്ചു. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ സർട്ടിഫിക്കറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനാണ് നടപടി. അതേസമയം SSLC പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടാത്ത വിദ്യാർത്ഥികൾക്കായുള്ള സേ പരീക്ഷ ജൂൺ ആദ്യവാരം നടക്കും. പരമാവധി 3 വിഷയങ്ങൾക്കാണ് സേ പരീക്ഷ എഴുതാൻ അവസരം നൽകുക. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മ പരിശോധനയ്ക്കും അപേക്ഷിക്കാനുള്ള നടപടികളും ആരംഭിച്ചു. തിങ്കളാഴ്ച മുതൽ ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഉത്തരക്കടലാസിന്റെ ഫോട്ടോ കോപ്പി ആവശ്യപ്പെടുന്നതിനും ഓൺലൈൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന് ഞായറാഴ്ച സംസ്ഥാനത്ത് എവിടെയും ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖ അദ 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ 1-ാം തീയതി ആയിരിക്കുമെന്ന് ഗാദിമാർ അറിയിച്ചു. സംയുക്ത മഹല്ല ജമാഅത്ത് ഗാദിമാരായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരിയുടെ പ്രതിനിധി സയ്യിദ് അബ്ദുള്ള ഹബീബ് അൽ ബുഖാരി എന്നിവരാണ് മാസപ്പിറവി ഉറപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത്. പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവിയും ദക്ഷിണ കേരള ജമുഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി തുടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയും മെയ് 28-ന് തന്നെയാകും പെരുന്നാളെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കുന്നംകുളം ശങ്കരപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നിറമാല മഹോത്സവം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി രാവിലെ വിശേഷാൽ പൂജകളും പറവെപ്പും നടന്നു. ഉച്ചതിരിഞ്ഞ് വിവിധ പുരാഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള വർണ്ണാഭമായ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് വൈകിട്ട് 6:30 വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. രാത്രി 7:00 കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായി. 6 ഗജവീരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പിന്റെ അഴകായി. പ്രശസ്ത വാദ്യകലാകാരൻ ആലങ്കോട് മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. തുടർന്ന് തെയ്യം, തിറ തുടങ്ങിയ പാരമ്പര്യ കലാരൂപങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. നിരവധി പേരാണ് ആഘോഷത്തിൽ പങ്കെടുത്തത്. ഞമനങ്ങാട് തിയേറ്റർ വില്ലേജ് പ്രവർത്തകർക്കൊപ്പം അതിരടി സിനിമയുടെ പ്രദർശന വിജയം ആഘോഷിച്ച് ചലച്ചിത്ര താരം മീനാരാജ് പള്ളുരുത്തി. ചിത്രത്തിൽ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച മീനാരാജ് തിയേറ്റർ വില്ലേജിന്റെ നാടകങ്ങളിൽ പ്രധാന വേഷം അഭിനയിക്കുന്ന നടൻ കൂടിയാണ്. നമ്പീശൻപടി B സിനിമാസിൽ കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തുമാണ് താരം ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അംഗങ്ങൾക്കൊപ്പം സിനിമയുടെ വിജയം ആഘോഷിച്ചത്. സൂപ്പർ ഹിറ്റ് സിനിമയായ ഫാലിമി എന്ന സിനിമയിലൂടെ കുസൃതികളുള്ള അപ്പൂപ്പനായി വന്ന് പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റിയ മീനാരാജ് ഇതിനകം 10ഓളം സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്ന അതിരടി എന്ന ചിത്രത്തിൽ ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ് എന്നിവരോടൊപ്പമാണ് മീനാരാജ് അഭിനയിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് അവതരിപ്പിച്ച ഗുണ്ടയായ തോട്ടക്കുട്ടന്റെ വലങ്കൈയായ മന്മഥൻ എന്ന കഥാപാത്രമായാണ് മീനാരാജ് തകർത്താടിയത്. ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് അവതരിപ്പിച്ചു വരുന്ന ശങ്കരേട്ടന്റെ വെളിപാടുകൾ എന്ന നാടകത്തിൽ ശങ്കരേട്ടനായി രംഗത്തെത്തുന്നത് മീനാരാജ് പള്ളുരുത്തിയാണ്. B സിനിമാസിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഞമനേങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ രാജൻ പുഷ്പാഞ്ജലി, സെക്രട്ടറി സുനിൽ ചന്ദ്രൻ, സത്യൻ കണ്ടാണശ്ശേരി, എഴുത്തുകാരനായ അബ്ദുൾ പുന്നയൂർകുളം, ചലച്ചിത്ര താരങ്ങളായ രജനി മുരളി, സുജ രാജേഷ് അമ്പലപ്പാട്ട്, KC ജോസ് എന്നിവർക്കൊപ്പം തിയേറ്റർ വില്ലേജ് പ്രവർത്തകരും കുടുംബാംഗങ്ങളും സംബന്ധിച്ചു. ചടങ്ങിൽ മീനാരാജിനെ തിയേറ്റർ വില്ലേജ് പ്രവർത്തകർ അനുമോദിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയുടെ സഹകരണത്തോടെ പ്രഥമ ശുശ്രൂഷയും അടിയന്തര ജീവൻ രക്ഷാ മാർഗങ്ങളും എന്ന വിഷയത്തിൽ പരിശീലനം സംഘടിപ്പിച്ചു. അപകട സാഹചര്യങ്ങളിലും ഹൃദയാഘാതം, ശ്വാസതടസ്സം തുടങ്ങിയ അടിയന്തര ഘട്ടങ്ങളിലും സ്വീകരിക്കേണ്ട പ്രാഥമിക ജീവൻ രക്ഷാ നടപടികൾ സംബന്ധിച്ച ബോധവൽക്കരണവും പ്രായോഗിക പരിശീലനവുമാണ് പരിപാടിയുടെ ഭാഗമായി ഉണ്ടായത്. ആരോഗ്യ പ്രവർത്തകർ, അധ്യാപകർ, ആശാപ്രവർത്തകർ, ജനപ്രതിനിധികൾ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന്റെയും ജീവനക്കാരുടെയും അറിവും പ്രായോഗികതയും ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത് എന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP ചിന്ത അറിയിച്ചു. പരിശീലനത്തിന് കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ ഭരത്, ജിനു കൃഷ്ണ, എബ്നു ഖാദർ, ഡോക്ടർ PV ശോഭ, ഡോക്ടർ നമത്ര നാരായണൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് C, ബിജു VL എന്നിവർ നേതൃത്വം നൽകി.
പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിലെ പ്രധാന അധ്യാപകനെയും അധ്യാപകരെയും ഇടവകയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഞായറാഴ്ചയായിരുന്നു പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ ഇടവകയുടെ മാനേജ്മെന്റിൽ പ്രവർത്തിക്കുന്ന മാർ ബസേലിയോസ് സ്കൂളിന് ഇടവകയുടെ സ്നേഹാദരമൊരുക്കിയത്. വിശുദ്ധ കുർബാനയ്ക്കു ശേഷം പുതിയ പള്ളിയിൽ നടന്ന ചടങ്ങ് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ ജോൺ ഐസക് ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, പള്ളി സെക്രട്ടറി ജെയ്സൺ ചീരൻ, ഹെഡ്മാസ്റ്റർ ജീബ്ലസ് ജോർജ് എന്നിവർ സംസാരിച്ചു. അധ്യാപകരായ ഫെമി വർഗീസ്, ജിൻസി പി ജോസ്, റഹ്മത്ത് വി എ, നിസ വർഗീസ്, സിസി കെ ടി, സരുൺ കെ സൈമൺ, ലിനറ്റ് ആന്റണി, പോൾ ഡേവിഡ്, മരിയ റോയ് എന്നിവർ പങ്കെടുത്തു. ഇടവക മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. അക്കാദമിക രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൈവരിക്കുകയും മികവിൻ്റെ കേന്ദ്രമാക്കി ജില്ലയിലെ തന്നെ ഒരു മികച്ച വിദ്യാലയമാക്കി മാറ്റുകയും 132 വർഷത്തെ പാരമ്പര്യമുള്ള സ്കൂളിനെ അതിൻ്റെ പഴയകാല പ്രതാപത്തിലേക്കും പ്രൗഢിയിലേക്കും നയിച്ചതിനുമാണ് പ്രധാനാധ്യാപകന്റെ നേതൃത്വത്തിലുള്ള അധ്യാപകരെ മുഴുവൻ ആദരിച്ചതെന്ന് ഇടവക കമ്മിറ്റി അറിയിച്ചു. രാമരാമ പാഹ്യമാം കേരളത്തിന്റെ ഹൃദയനാഥം എന്ന സന്ദേശവുമായി ഗുരുവായൂരിൽ 3 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന രാമഭക്ത സംഗമം സമാപിച്ചു. സായി സഞ്ജീവനി ചാരിറ്റബിൾ ട്രസ്റ്റും മൗലാന അബ്ദുൽ കലാം ആസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏഷ്യൻ സ്റ്റഡീസും സംയുക്തമായി ഗുരുവായൂർ ടൗൺ ഹാളിലാണ് സംഗമം നടത്തിയത്. സമാപന സമ്മേളനം മുൻ അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി സുധീർ അഗർവാൾ ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു. വി പി ഉണ്ണികൃഷ്ണൻ, പി വി കൃഷ്ണൻ, ഡോക്ടർ ടി പി ശശികുമാർ, വി സി രാജഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാട്ടകാമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ 2022 മുതൽ 2026 വരെ സേവനമനുഷ്ഠിച്ച വികാരി ഫാദർ ജോസഫ് ചെറുവത്തൂർ, സഹവികാരിമാരായ ഫാദർ കെ ജോസഫ് ജോസ്, ഫാദർ ഗീവർഗീസ് കെ വിൽസൺ എന്നിവർക്കുള്ള യാത്രയപ്പും പുതിയ വികാരിയായി നിയമിതനായ ഫാദർ മാത്യൂസ് കെ ബർസോമയ്ക്കുള്ള സ്വീകരണവും നടന്നു. ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളിയിൽ നടന്ന ചടങ്ങിൽ ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ട്രസ്റ്റി പി സി റെജി മാസ്റ്റർ, സെക്രട്ടറി റോഷിൻ പി ജെയിംസ് എന്നിവർ ചേർന്ന് വൈദികർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. ഇടവകയിലെ ആത്മീയ സംഘടനാ ഭാരവാഹികളും വൈദികർക്ക് ഉപഹാരങ്ങൾ നൽകി. ട്രസ്റ്റി പി സി റെജി മാസ്റ്റർ, സെക്രട്ടറി റോഷിൻ പി ജെയിംസ്, സി കെ അപ്പുമോൻ, ടി സി ശാന്ത എന്നിവർ സംസാരിച്ചു. കോട്ടപ്പടി ഗുരുവായൂർ വെസ്റ്റ് ഗേറ്റ് ക്ലബിന്റെ 22ാം വാർഷികവും കുടുംബസംഗമവും ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഡോക്ടർ മോളി ജോസഫ് മാമ്പള്ളിയെ ആദരിച്ചു. ക്ലബ്ബ് ഭാരവാഹികളായ സണ്ണി വെള്ളറ, ലോസൺ മാത്യു, ജോൺസൺ ജേക്കബ്, സേവ്യർ പനക്കൽ, ബിജു മുട്ടത്ത്, ഷീന റാഫേൽ, ജാൻസി വിൻസെന്റ് എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. കാട്ടകമ്പൽ പഞ്ചായത്തിൽ പുതിയ അധ്യയന വർഷാരംഭത്തിന് മുൻപ് ശുചിത്വമേകും സുന്ദര കലാലയം 2026 എന്ന പേരിൽ ശുചീകരണ യജ്ഞം നടത്തുമെന്ന് പ്രസിഡന്റ് കെ ജയശങ്കർ അറിയിച്ചു. ജൂൺ 2-ന് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ പഞ്ചായത്തിലെ സർക്കാർ സ്കൂളുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാലയങ്ങളുടെയും പരിസരത്തെ പുല്ലും കാടും വെട്ടിത്തെളിയിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹകരണത്തോടെ നടപടികൾ സ്വീകരിക്കും. വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ അംഗൻവാടികളുടെ പരിസരം വൃത്തിയാക്കും. ശുചിത്വമേകും സുന്ദര കലാലയം 2026 ഔപചാരികമായ ഉദ്ഘാടനം നാളെ രാവിലെ 9 മണിക്ക് പഴഞ്ഞി ഹൈസ്കൂളിൽ നടക്കും. ഇത് സംബന്ധിച്ച് ചേർന്ന ഭരണസമിതി യോഗത്തിൽ പ്രസിഡന്റ് കെ ജയശങ്കർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ, സ്ഥിരം സമിതി അധ്യക്ഷരായ എം പി രാജൻ, കെ എം റസാഖ്, ശൈലജ അരുൺദാസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ സദാനന്ദൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി സോജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ എസ് സുജ എന്നിവർ പങ്കെടുത്തു. കേച്ചേരി അല്ലമിൻ ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്കായി ഏകദിന പരിശീലനം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ IT വിഭാഗം കൈറ്റ്സിന്റെ കീഴിൽ വിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന IT ക്ലബായ ലിറ്റിൽ കൈറ്റ്സ് ഏകദിന ക്യാമ്പിൽ വീഡിയോ എഡിറ്റിംഗ്, റീൽസ് മേക്കിംഗ്, വിവിധ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ എന്നിവ പരിചയപ്പെടുത്തി. 2 ഭാഗങ്ങളായി നടത്തുന്ന ക്യാമ്പിന്റെ ആദ്യ ഭാഗം ക്ലാസ് നയിച്ചത് കൈറ്റ്സ് മെന്ററായ ശ്രീപത്മനാഭൻ, ടോം മാർട്ടിൻ എന്നിവരാണ്. കൈറ്റ്സ് മാസ്റ്റർ ട്രെയിനർ ധന്യ, സ്കൂൾ പ്രധാന അധ്യാപിക സുമി റോസ്, IT കോർഡിനേറ്റർ രാഹുൽ ബാബു എന്നിവർ സംബന്ധിച്ചു. പഴഞ്ഞി അരുവായി ചെറുവറമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊതുയോഗം നടന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വരവ് ചെലവ് പ്രവർത്തന റിപ്പോർട്ടും പാസാക്കി. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് KG ഗിരീഷ്, സെക്രട്ടറി PK രാധാകൃഷ്ണൻ, ട്രഷറർ K കേശവൻ എന്നിവരെയും 17 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു.
വടക്കാഞ്ചേരി നഗരസഭ 40-ാം വാർഡ് ഡിവിഷനിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഡിവിഷൻ കൗൺസിലർ പി തുളസി നേതൃത്വം നൽകി. പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുണ്ടത്തിക്കോട്, പാതിരാക്കോട്ടുകാവ്, അമ്പലതട, NSS ഹയർ സെക്കൻഡറി സ്കൂൾ, DVLP സ്കൂൾ പ്രദേശത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും നീക്കം ചെയ്തു. യുവജന ക്ലബ് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും നാട്ടുകാരും പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ മുഴുവൻ നാട്ടുകാരും പങ്കാളികളാകണമെന്ന് കൗൺസിലർ പി തുളസി അഭ്യർത്ഥിച്ചു. മുണ്ടത്തിക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികൾക്ക് ഏകദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. സീനിയർ അധ്യാപിക C ജ്യോതി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ അധ്യാപകനായ KR ഷിബു കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. റീൽസ് മേക്കിംഗ്, കേഡൻ ലൈവ് എഡിറ്റിംഗ്, പ്രൊമോ വീഡിയോ മേക്കിംഗ് തുടങ്ങിയ മേഖലകളിലായിരുന്നു പരിശീലനം ഒരുക്കിയത്. കൈറ്റ് മിസ്ട്രസ്മാരായ മീര ഗോപാൽ സ്വാഗതവും TS മീര നന്ദിയും പറഞ്ഞു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,300 രൂപ, സ്വർണം പവന് 1,14,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 290 രൂപ. ചർമ്മം പെലക്കാട്ട് പയ്യൂർ ചെറുവത്തൂർ പരേതനായ ചേറുകുട്ടി മകൻ തമ്പി നിര്യാതനായി. 68 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു. മിനി ഭാര്യയാണ്. അരുൺ, ക്രിസ്റ്റി എന്നിവർ മക്കളാണ്. പഴഞ്ഞി മേലെ പട്ടിത്തടം അയ്യങ്കുളങ്ങര വീട്ടിൽ പരേതനായ ജോബിന്റെ ഭാര്യ താണ്ടക്കുട്ടി നിര്യാതയായി. 82 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. സില്ല, ബീന, ഷാനി, പ്രീതി, ജ്യോതി, പരേതനായ ജോയ്മോൻ എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കേരളത്തെ ഇനി ടീം VDS നയിക്കും. കേരളത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് മന്ത്രിസഭയിലെ 21 അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. നാടെങ്ങും ആഹ്ലാദ പ്രകടനങ്ങളും മധുര വിതരണം. ജനപ്രിയ തുടക്കത്തിന് VDS സർക്കാർ. KSRTCയിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര ജൂൺ 15 മുതൽ. ആശമാരുടെ ഹോണറേറിയം 3000 രൂപ വർദ്ധിപ്പിക്കും. ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ പിന്നാലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ. കേരളത്തിൽ ബലിപ്പെരുന്നാൾ മെയ് 28-ന് ഞായറാഴ്ച. സംസ്ഥാനത്തെവിടെയും ദുൽഹജ്ജ് മാസപ്പിറവി കണ്ടതായി വിശ്വസനീയ വിവരങ്ങൾ ലഭിക്കാത്തതിനാൽ മെയ് 18 തിങ്കളാഴ്ച ദുൽഖഅദ് 30 പൂർത്തിയാക്കി മെയ് 19 ചൊവ്വാഴ്ച ദുൽഹിജ്ജ് 1-ാം തീയതി ആയിരിക്കുമെന്ന് ഗാസിമാരുടെ അറിയിപ്പ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.